ഇതിനെ പറ്റിയാണ് നമ്മൾ ഈ പലപ്പോഴായി വാർത്ത കൊടുത്തിട്ടുണ്ട്. ആമയിഴഞ്ചാൻ തോടിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് പലപ്പോഴായി വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു എത്രത്തോളം വലിയ അവസ്ഥകൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. കറക്റ്റ്. ഒന്ന് പുറത്ത് കാണുന്നില്ല. ഇതൊന്നും ഒരു കുത്തിയൊഴുകുന്ന പുഴയാണെങ്കിൽ നമുക്ക് പുറത്ത് കാണാം. ഇത് ഈ റെയിൽ പാളത്തിനടിയിലും ഈ റോഡിനടിയിലും ഒക്കെ കൂടി പോകുന്ന ടണലും ആകെ അറിയുന്നത് ഒരു മഴ പെയ്യുമ്പോൾ, ഒറ്റ മഴ പെയ്താൽ തന്നെ അതിലെ വെള്ളം റോഡിലേക്ക് വരുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ മാലിന്യങ്ങൾ റോഡിലേക്ക് വരാതിരിക്കാൻ സൈഡിലെ ആ വല കെട്ടിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ മാലിന്യങ്ങൾ റോഡിലേക്ക് വരാത്തത്. അപ്പോഴും ഈ മുഷിഞ്ഞ വെള്ളം അതുവഴി ചവിട്ടി തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ജലവാഹിനിയാണ് ആമയിഴഞ്ചാൻ തോട്. എത്രയോ വർഷങ്ങൾക്ക് മുൻപേ പണി കഴിപ്പിച്ച് അന്നൊക്കെ തെളിനീരൊഴുകിയിരുന്ന സ്ഥലം കൂടിയാണ്. ഇന്നത് മാലിന്യവാഹിനിയായി മാറിക്കഴിഞ്ഞു. ശുചീകരണ തൊഴിലാളി ഇതിൽ അകപ്പെട്ടതോടെ ആമയിഴഞ്ചാൻ തോട് ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. 12 കിലോമീറ്റർ വരുന്ന ഈ തോടിൻ്റെ ശുചീകരണത്തിന് പാഴാക്കിയത് കോടികളാണ്. ആ തോടൊഴുകുന്ന വഴികളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇതിനാരാണ് ഉത്തരവാദി എന്ന് കൂടി കാണാം. ഇവയെപ്പറ്റി MK വിനോദ് കുമാർ തയ്യാറാക്കിയ ഒരു അന്വേഷണ റിപ്പോർട്ട്. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യവാഹിനിയായി ഇപ്പോൾ ദുരന്തവാഹിനിയായി മാറിയ തോടാണ് ആമയിഴഞ്ചാൻ തോട്. ഈ തോടിൻ്റെ നടക്കാത്ത ശുചീകരണത്തിൻ്റെ പേരിൽ കോടികളാണ് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും ഓരോ വർഷവും തൊണ്ട നനയ്ക്കാതെ വിഴുങ്ങുന്നത്. ആമയിഴഞ്ചാൻ തോട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കാണാത്തവരുണ്ടാകില്ല. കൃത്യമായി പറഞ്ഞാൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും KSRTC ബസ് സ്റ്റാൻഡിനും മധ്യേയുള്ള നഗരപാതയ്ക്കരികെ കോഫി ഹൗസിന് എതിർവശത്താണ് ആമയിഴഞ്ചാൻ തോട് ഒഴുക്ക് നിലച്ച് മാലിന്യം നിറഞ്ഞു കിടക്കുന്നത്. 12 കിലോമീറ്റർ ദൂരമുള്ള ആമയിഴഞ്ചാൻ തോട് ഒഴുകും വഴി ഒന്ന് പരിചയപ്പെടാം. തിരുവനന്തപുരം മ്യൂസിയം ഒബ്സർവേറ്ററി കുന്നിൽ നിന്നാണ് ഈ തോട് ആരംഭിക്കുന്നത്. പിന്നീട് ബേക്കറി ജംഗ്ഷൻ വഴി തമ്പാനൂരിൽ എത്തുന്ന തോട് റെയിൽവേ സ്റ്റേഷൻ ട്രാക്കിനടിയിലൂടെ പഴവങ്ങാടിയിലെത്തുന്നു. പിന്നീട് വഞ്ചിയൂർ, പാറ്റൂർ, കണ്ണമ്മൂല വഴി ആക്കുളങ്കായലിലേക്ക് എത്തിച്ചേരും. തമ്പാനൂർ മുതൽ പാറ്റൂർ വരെയുള്ള തോടിനെ പ്രദേശവാസികൾ പഴവങ്ങാടി തോടെന്നും വിളിക്കാറുണ്ട്. പട്ടം, ഉള്ളൂർ ഭാഗങ്ങളിലെ ചെറു തോടുകളും ഈ തോടുമായി സംഗമിക്കുന്നു. ഈ തോടിൻ്റെ കണ്ണമ്മൂല മുതൽ ആക്കുളം കായൽ വരെയുള്ള ഭാഗത്തെ ചെളി നീക്കം ചെയ്ത് പാർശ്വഭിത്തി കെട്ടാൻ 25 കോടി രൂപയുടെ പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ആദ്യ 2 പ്ലാറ്റ്ഫോമിന് അടിയിലൂടെ കടന്നു പോകുന്ന തോടിന് ഈ ഭാഗത്ത് നീരൊഴുക്ക് നേരിയ തടസ്സമുണ്ടാക്കുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ. ഈ ഭാഗത്തെ മണ്ണും ചെളിയും 5 വർഷം കൂടുമ്പോൾ നീക്കം ചെയ്യണമെന്ന നിർദ്ദേശവും നടപ്പാകുന്നതേയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്തു നിന്ന് നീക്കം ചെയ്ത 40 ടൺ മണ്ണും ചെളിയുമായിരുന്നു. കഴിഞ്ഞ മാസം ഇറിഗേഷൻ വകുപ്പ് നടത്തിയ ശുചീകരണത്തിൽ തോട്ടിൽ നിന്ന് നീക്കിയത് 80 ലോഡ് മാലിന്യവും. പ്ലാസ്റ്റിക് മാലിന്യം, ആശുപത്രി, ഹോട്ടൽ മാലിന്യം, കക്കൂസ് മാലിന്യം എല്ലാം ഒഴുക്കിവിട്ട് പകർച്ചവ്യാധി പരത്തുന്ന ഈ തോടിനെ ഇനി ആരാണ് രക്ഷിക്കുക? ഈ തോടിനു വേണ്ടി കോർപ്പറേഷനും ഇറിഗേഷനും ചെലവഴിച്ച കോടികളുടെ കണക്കിലേക്ക് കൂടി ഒന്ന് പോകാം. കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്ത് 12 കോടിയോളം രൂപയാണ് തോട്ടിൽ ഒഴുക്കിക്കളഞ്ഞത്. തോട്ടിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ തമ്പാനൂരിൽ 2013-14 കാലയളവിലാണ് ഇരുമ്പ് വല സ്ഥാപിച്ചത്. ഇത് കൂടാതെ സൈഡ് ഭിത്തി കെട്ടാനും ക്യാമറ സ്ഥാപിക്കാനുമായി അന്ന് ചെലവിട്ടത് 9 കോടി രൂപ. അന്നത്തെ ഇരുമ്പ് വല പല സ്ഥലത്തും തകർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തോട്ടിൽ കാണാതായ ജോയിയെ തെരയുന്നതിനായി ഈ വല അറുത്തുമാറ്റുകയും ചെയ്തു. അന്ന് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ ഒരെണ്ണം പോലും പ്രവർത്തിക്കുന്നുമില്ല. ഇതെല്ലാം കിളിക്കൂടുകളായി മാറി. ക്യാമറകൾ നിരീക്ഷിക്കാൻ ആരംഭിച്ച കോർപ്പറേഷനിലെ ഹെൽത്ത് സർക്കിൾ ഓഫീസിന് ഇന്ന് ഇതേപ്പറ്റി ഒന്നും അറിയില്ല. 2015-2020 കാലത്ത് ആമയിഴഞ്ചാൻ തോടിൻ്റെ പേരിൽ കോർപ്പറേഷൻ വകമാറ്റിയത് 2 കോടി രൂപ. 2017-18 വർഷം തോട്ടിലെ മാലിന്യം മാറ്റാൻ മാത്രം 1/2 കോടി രൂപ ചെലവഴിച്ചു. 2019-20 കാലത്ത് 2 ഘട്ടമായി 1.5 കോടി രൂപയാണ് ചെലവഴിച്ചത്. 2020-21 തോട് വൃത്തിയാക്കാൻ 30 ലക്ഷം കൂടി ചെലവഴിച്ചു. കോടികൾ മുടക്കിയിട്ടും ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിന് ആമയിഴയുന്ന വേഗം മാത്രം. നഗരസഭാ പ്രദേശത്ത് കൂടി ഒഴുകുന്ന 12 കിലോമീറ്റർ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കേണ്ടത് ഇന്ത്യൻ റെയിൽവേ എന്ന് പ്രഖ്യാപിച്ച കോർപ്പറേഷൻ മേയറോട് ജനങ്ങൾ തന്നെ മറുപടി പറയട്ടെ.